നമ്മുടെ ഒപ്പം എന്താ മലപ്പുലയാട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളുണ്ട്. എറണാകുളത്ത് നിന്നുള്ള മിടുക്കി കുട്ടികൾ നമ്മളോടൊപ്പം ആദ്യം ചേരുകയാണ്. ഇങ്ങ് പോരെ, വാ. നമുക്ക് പെട്ടെന്നൊന്ന് പേര് പറഞ്ഞു പോവാം. കൃഷ്ണപ്രിയ, അവന്തിക, രേവതി, അദീന, രേണുക, അങ്കന, അർച്ചന, അപർണ. കുറച്ച് മിടുക്കന്മാരുണ്ട്. പേര് ചോദിച്ചാ. വിസ്മൽ, ആൽവിൻ, അശ്വന്ത്, യദു, അപർണ. ഏതാ സ്കൂൾ എന്ന് പറഞ്ഞവരൊക്കെ? മോർക്കാല, പള്ളിക്കര, എറണാകുളം. അപ്പൊ എറണാകുളം സ്കൂളിന്റെ എറണാകുളം ജില്ലയിലെ കുട്ടികളാണ് അഭിമാന സ്തംഭങ്ങളായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഗോത്രകലകളിലെ അത് നിറഞ്ഞ സദസ്സിൽ വരുന്നു, നിറഞ്ഞ കുട്ടികൾ അതിന് പങ്കാളിത്തമായി വരുന്നു. കലോത്സവ വേദികളിലേക്ക് വന്നതിന്റെ സന്തോഷം അത് കണ്ട് തന്നെ നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഇത്ര ശബ്ദമേ ഉള്ളൂ. നിങ്ങൾ റെഡിയല്ലേ? ഓ അതെ, പൊളിയാണ്. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഈ മത്സരത്തിന് വേണ്ടിയാണോ ആദ്യം കാണുന്നത്, മലപ്പുലയാട്ടം കാണുന്നത്? ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? രജീഷ് സാറാ? സാറിന് വേറെ വേറെ കുട്ടികളുണ്ടായിരുന്നു അവിടെ, അതോ നിങ്ങളെ മാത്രം പഠിപ്പിച്ചെത്തിച്ചാണോ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ മലപ്പുലയാട്ടത്തിന്റെ കാഴ്ചകൾ, താളം ഒക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. റെഡി, തുടങ്ങല്ലേ? ഓക്കെ, നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇവിടെ? ഓക്കെ, ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. എവിടെ ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഇപ്പൊ എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, നല്ല വേലുണ്ട് കുട്ടികൾ. നമുക്ക് അധിക സമയം അവിടെ നിർത്തണ്ട, തുടങ്ങാം മക്കളെ.
ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങള് ആദ്യമായിട്ടാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് പഠിച്ചതെന്ന് പറയുന്നത്. അടിപൊളി പിള്ളേരാണ്. അല്ല മാധു, എനിക്ക് തോന്നുന്നു ഇവരിടയ്ക്ക് നമ്മളോട് നോക്കണ്ടേ, ചേട്ടാ വെയിലത്താ കളിക്കണ പോരെ അല്ലേ, മതിയായിരുന്നു തോന്നിയോ? ഇല്ല. അല്ല ഈ ഇവരിവിടെ പൊളിച്ചപ്പോ അതേപോലെ ഇവിടെ പൊളിച്ച കുറച്ച് മിടുക്കന്മാർ കൂടെ ഉണ്ട്. ഇതൊന്നും ഒറ്റയ്ക്ക് കൊട്ടി കേൾപ്പിക്കോ? അത് ശബ്ദവും അല്ലേ വൻ വെറൈറ്റി ആണ്. എന്താ നിങ്ങൾ ഇതിനു വേണ്ടി പഠിച്ചാണോ? ഞങ്ങൾ മുമ്പ് ഇതേപോലെ കൊട്ടാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഈ സ്കൂളിലെ കുട്ടികളല്ല, അല്ലല്ല കൊട്ടാൻ പോവാറുണ്ട്. കൊട്ടാൻ പോകാറുണ്ട് പുറത്ത്. അങ്ങനെ ഇത് മാത്രമായിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിക്കോ? കൊട്ടും പാട്ടും മേളൊക്കെ ആയിട്ട് ഇവർക്ക് കൊട്ടിയാൽ മതി, പക്ഷെ ഇവർ വെയിലത്ത് നിന്ന് കളിച്ചോണ്ട് എന്തായാലും അതിഗംഭീരമായി. ഒരു കാര്യം കൂടി, ഈ മത്സരവേദി വിട്ടാലും ഈ കലകളിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധയുണ്ടാവണം. ഈ കലകളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഗോത്രകലകൾ നമ്മുടെ കേരളം മുഴുവൻ അറിയാനും ലോകം അറിയാനുമാണ്. അപ്പൊ നിങ്ങളിലൂടെയാണ് ലോകം അറിയുന്നത്. പുതുതായിട്ട് കണ്ടു പഠിക്കല്ലേ ചെയ്തേ, അതുപോലെ നമ്മുടെ പിന്നാലെ വരുന്ന കുട്ടികൾ എല്ലാവരും ഇത് കണ്ടും കേട്ടും ഒക്കെ പഠിക്കണം എന്നുള്ളതാണ് ഇതിന് മുന്നിലുള്ള കാഴ്ചപ്പാട്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മിടുക്കത്തിലായിട്ട് നിൽക്കട്ടെ കേട്ടോ. വലിയ സന്തോഷം മക്കളെ. താങ്ക് യു.